സുന്നത്തിനെ എടുക്കണം, ഹൃദയത്തിലേക്ക് ഏറ്റണം, അല്ലാഹ് എന്നുള്ള ചിന്ത. അപ്പോഴാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പടപടയ്ക്കും, ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്നങ്ങ് പറഞ്ഞാൽ ഖൽബ് ഞെട്ടും. ഞാൻ എത്ര ഒച്ചയിലാ അല്ലാഹ് എന്ന് പറഞ്ഞത്, ആരുടെയെങ്കിലും ഖൽബ് ഞെട്ടിയോ? ഇല്ല. എന്താ കാര്യം? ഈ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളോടും ഞാൻ പറയുക, എന്നോടുൾപ്പെടെ, നിങ്ങളോട് മാത്രമല്ല എന്നോടും, ഓരോരുത്തരോടും, ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് നമ്മുടെ ആരുടെയെങ്കിലും ഭാര്യയുടെ പേരും അഡ്രസ്സും പറയാ. ആരുടെയെങ്കിലും വരുന്ന ഞാൻ നമ്മുടെ ഷുഹൈബൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കല്യാണത്തിന് പോയി ഓരോരുത്തരുടെ കുട്ടികളുടെ പേര് ചോദിച്ചപ്പോൾ, ഒരു കുട്ടിയുടെ പേര് ചോദിച്ചപ്പം സൂഫിയ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഭാര്യയുടെ പേരാണല്ലോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എൻ്റെ ഭാര്യയുടെ പേരാണല്ലോ എന്ന് ഓർമ്മ വന്നു. ഞാൻ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ആരുടെയെങ്കിലും അവരുടെ ഭാര്യമാരുടെ കൃത്യമായ പേരും അഡ്രസ്സും പറഞ്ഞാൽ എല്ലാവരും എൻ്റെ ഭാര്യയുടെ കാര്യമാണല്ലോ പറയുന്നത്. ആരുടെയെങ്കിലും വാപ്പാടെ പേര് പറഞ്ഞാൽ എൻ്റെ വാപ്പാന്റെ കാര്യമാണല്ലോ പറയുന്നത്. ആരുടെയെങ്കിലും ഉമ്മാടെ പേര് പറഞ്ഞാൽ എൻ്റെ ഉമ്മാടെ കാര്യമാണല്ലോ പറയുന്നത്. ആരുടെയെങ്കിലും ഒരു കൊച്ചു മോന്റെ, ഒരു മാസം പ്രായമുള്ള മോന്റെ പേര് ഞാൻ പറഞ്ഞു, എൻ്റെ മോന്റെ പേരാണല്ലോ പറയുന്നത്. വേണ്ട, ഒരു 15 കൊല്ലം മുമ്പ് ഉപയോഗിച്ച ഒരു ലാംബട്ര സ്കൂട്ടറിന്റെ നമ്പർ ഞാനൊന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത് എവിടെയോ അഴിച്ചു വിറ്റിട്ടുണ്ടാവും, എന്നാലും അതിന്റെ നമ്പർ ഞാനൊന്ന് പറഞ്ഞാൽ, KL7 so എന്ന് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തോന്നും അത് എൻ്റെ വണ്ടിയുടെ നമ്പറാണല്ലോ ഈ പറയുന്നേ. അല്ലേ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പശു, ആ പശുവിനെ പണ്ടെന്നോ വിറ്റ ഒരു പശുവിനെ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരാളിങ്ങനെ അടിച്ചോണ്ട് പോകുന്നു. 10 കൊല്ലം മുമ്പ് വിറ്റ പശു. അതിനെ കാണും, ഈ പശു എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന പശുവാണല്ലോ. ഇങ്ങനെ എൻ്റേത് എന്നുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ എൻ്റെ അല്ലാഹയെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് നമുക്ക് തോന്നാറുണ്ടോ? ഉണ്ടോ? എൻ്റെ അല്ലാഹയെ പറ്റിയാണല്ലോ ഈ പറയുന്നത്, എൻ്റെ പടച്ചവനെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. ബാങ്ക് വിളി കേൾക്കുന്നു ദിവസം എത്ര പ്രാവശ്യം അല്ലാഹ് അല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേൾക്കുമ്പം തോന്നുന്നുണ്ടോ എൻ്റെ അല്ലാഹയെ പറ്റിയാണല്ലോ ഈ പറയുന്നത്? നിസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ആ അള്ളാഹുവിന്റെ മഹത്വം ഒക്കെ പറഞ്ഞിട്ട് ഖുർആൻ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, അല്ലാഹു അക്ബർ, സമയ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എപ്പോഴെങ്കിലും അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റേതാണെന്ന ചിന്ത, എന്റെ പടച്ചോനെ പറ്റിയായി പറയുന്നതെന്ന ചിന്ത, അങ്ങനെ ഞാനും എന്റെ പടച്ചോനും തമ്മിലുള്ള ഒരു ബന്ധം അത് നമ്മുടെ ഹൃദയത്തിൽ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാൻ അങ്ങനെ തോന്നാറുണ്ടോ? എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് എന്റെ പടച്ചോൻ, എന്റെ റബ്ബ് നോക്കും, അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റേത് കാര്യവും. അങ്ങനെ അല്ലല്ലോ നമ്മൾ പറയാറുള്ളത്. നമ്മൾ പറയാറുള്ളത് എങ്ങനെയാ? ലക്ഷോറി കൊണ്ടുപോയി രക്ഷയില്ല, വെല്ലൂര് കൊണ്ടുപോയി രക്ഷയില്ല, തിരിച്ചു കൊണ്ടുവന്നിട്ട് കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ 2 മാസം ഇട്ട് ചികിത്സിച്ചു, എന്നിട്ടും രക്ഷയില്ല. ഇപ്പൊ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു കല്ലൂര്, അയാളെ കാണിച്ചു, എന്നിട്ടും മാറിയില്ല സുഖം. അവസാനം ഇപ്പം നാട്ടിലൊരു നാട്ടുവൈദ്യനുണ്ട്, അയാൾ നോക്കിക്കൊണ്ടിരിക്കുക, ഇനിയും ശരിയാവുന്നില്ലേ പടച്ചോൻ നോക്കിക്കോട്ടെ. നാട്ടുവൈദ്യനും കഴിഞ്ഞിട്ടാ പിന്നെ പടച്ചോൻ. എല്ലാം കഴിഞ്ഞിട്ട് അവസാന റൗണ്ടിൽ പടച്ചോനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത് പോരാ. ആശുപത്രിയിൽ പോകണ്ടെന്നല്ല, ചികിത്സിക്കണ്ടെന്നല്ല, പക്ഷേ ഒരു സത്യവിശ്വാസിക്ക് എന്തു വന്നാലും ഏത് വിഷമം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് ദുരിതം വന്നാലും ഇതെന്റെ റബ്ബ് തന്നതാണ്. എന്താ ഈ സന്തോഷം വരുമ്പോ മാത്രം പടച്ചോണം അൽഹംദുലില്ലാ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തതേ ഉള്ളൂടോ, അവസാനം ഒരു 10 ലക്ഷം കയ്യിൽ കിട്ടി വിറ്റപ്പോഴും അൽഹംദുലില്ലാ. അപ്പൊ അതാണല്ലോ റിയൽ എസ്റ്റേറ്റ് ആണല്ലോ പരിപാടി, മൊത്തം റിയൽ എസ്റ്റേറ്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എറണാകുളത്തൊക്കെ മാറ്റി തരട്ടെ, ദുആ ചെയ്യാണ്, അതിലൊന്നും വിഷമമില്ല. പക്ഷേ 10 ലക്ഷം കിട്ടുമ്പോൾ വലിയ സന്തോഷം, 10 ലക്ഷം കിട്ടുമ്പോൾ വലിയ സന്തോഷം, 50 ലക്ഷം കിട്ടുമ്പോൾ വലിയ സന്തോഷം. ഇതിന്റെ ഇടയ്ക്ക് പടച്ചോൻ ഒരു 50,000 അങ്ങ് നഷ്ടപ്പെടുത്തി. എന്റെ പടച്ചോൻ എന്താ ഇങ്ങനെ ചെയ്തേ? ഞാന് പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, വഞ്ചിയിൽ കാശിടുന്നു, ഞാൻ സിയാറത്തിന് പോകുന്നു, ഞാൻ അത് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ എന്താ പടച്ചോൻ എന്നോട് ചെയ്തേ? നല്ലതൊക്കെ ചെയ്ത് നമ്മൾ മദ്രസയിലെ പഠിക്കുന്നുണ്ട്, വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. പക്ഷെ ജീവിതത്തിൽ ഖൈർ മാത്രം അല്ലാഹുവിൽ നിന്നാ, ഷർറ് വന്നാ പിന്നെ ഇത് വല്ലാത്ത പടച്ചോനാ. പടച്ചോൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താ? ഈ ഒരു മനോഭാവം നമ്മളെ കീഴടക്കിയിട്ടുണ്ട്. ശരിയല്ലേ? നമ്മൾ സ്വന്തം ചോദിച്ചു നോക്കും മനസാക്ഷിയോട്. വിഷമം മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വിലായത്തിന്റെ മർത്തബയെത്തി ഉന്നതന്മാരായ ഔലിയാക്കന്മാരിരിക്കാറുള്ള ഹൽബത്തിന്റെ ഇരിപ്പിരുന്ന് നഫീസത്തുൽ മിസ്രിയ അബൂ അബ്ദുല്ലാഹ് ഇബ്നു അബീ ജംറാടെ സിയാറത്ത് മഖ്ബറയിൽ പോകുമ്പോൾ അവിടെ കാണാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഹൽവത്തിന്റെ ഇരിപ്പിരുന്ന ഒരു ചെറിയ ഹാളുണ്ട്.